എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നു. ദൈവജനങ്ങളെ കൂട്ടിവരുത്തുന്നു. രാവും പകലും ദൈവദാസന്മാരും രാജ്യങ്ങൾക്ക് വേണ്ടിയും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കഷ്ടതയിൽ കൂടെ പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കിയെടുക്കും. മറ്റു ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കടന്നു വരുവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് ലോകമെമ്പാടും ദൈവത്തെ അറിയുവാൻ മാധ്യമമായി തീരണം. lightofgospel.com എന്നുള്ള സൈറ്റിൽ പോയാൽ ലോകത്ത് പല രാജ്യങ്ങളിലുള്ളവര് അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യും. ഈ മെസ്സേജുകൾ കേൾക്കുവാനൊക്കെ അവർക്ക് ഇടയാകുന്നു എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഈസ്റ്റേൺ ടൈമാണ് ഞാൻ പറയുന്നത്. 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുണ്ട്. വളരെ അനുഭവം. 712-432-8273. മലയാളത്തിന് ആക്സസ് കോഡ് 218-6181 £. മലയാളം എല്ലാ ദിവസവും 24 hours ഉണ്ട്. ഇംഗ്ലീഷിന്റെ ആക്സസ് കോഡ് ഡയലിംഗ് നമ്പർ സെയിം നമ്പറാണ്. ആക്സസ് കോഡ് 218-6182 £. സ്പാനിഷ് 218-6183 £. തമിഴ് 218-6184 £. തെലുങ്ക് 218-6186 £. ഇത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ നമ്പർ വിളിച്ചാൽ മതി. 9782572423. നമ്മോട് ഈ കാലങ്ങളിൽ സംസാരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്ന എല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ ദാസൻ ഐശ്വര്യമായി വചനം ശുശ്രൂഷിച്ചല്ലോ. ഈ പ്രേരണയുടെ നാമത്തിലുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷിക്കുന്ന ഇടങ്ങളിൽ ഒരു തീ കഷ്ണമായി അഗ്നി ജ്വാലയാൽ ഈ ദിവസങ്ങളിൽ കത്തിക്കയറുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നത് എത്ര നല്ലത്, നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നത് എത്ര നല്ലത്. അവൻ അത്ഭുതങ്ങളുടെ ദൈവം. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ വിളിച്ചു പറയുക, വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കുക. നാം ഇവിടെ വന്നത് കാഴ്ചക്കാരായിട്ടല്ല, നാം ഇവിടെ വന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. അവന്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ നടത്തുമ്പോൾ കർത്താവിന്റെ സന്നിധാനത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അത്ഭുതങ്ങളുടെ ദൈവം അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ ഇവിടെ കൊണ്ടുവന്നു. എത്രയോ വരുവാൻ കഴിയാതെ വീടുകളിൽ ഇരുന്നുകൊണ്ട് ഈ ദൃശ്യം കാണുമ്പോൾ, ഈ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ചേർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. Because
തീരുവാൻ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും ഒരു വലിയ വിടുതലായി തീരുവാൻ, ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ വലിയ ദൈവശക്തി പ്രാപിച്ചവരായിട്ട്, വെറുതെ ഇവിടെ ചിലർ കൂടി വന്ന് കാണുവാൻ വന്നവരായിട്ടല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലിരിക്കുന്ന ദൈവജനം ഒരു വ്യത്യസ്ത ദൈവജനമായിട്ട് ഇവിടുന്ന് മടങ്ങി പോവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇത്രയും നേരം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വിലയേറിയ ദാസന്മാരിൽ കൂടെ ദൈവത്തിന്റെ ശ്രേഷ്ഠ വചനം ശ്രദ്ധിക്കുവാൻ നമുക്ക് ഇടയായല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒട്ടും സഹിപ്പാനുള്ള ഒരു വരവും ഇവിടെ നൽകിയിരിക്കുന്നു. സ്തോത്രം. അതിൽ കൂടെ കടന്നുപോയവർക്ക് മാത്രമേ ആ വേദനയുടെ അനുഭവങ്ങൾ മനസ്സിലാവുള്ളൂ. ഇന്ന് നമ്മൾ പലർക്കും അത് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ശ്രേഷ്ഠ ദാസി നമ്മളോട് വചനത്തിൽ സംസാരിക്കുമ്പോൾ തന്റെ അനുഭവത്തിൽ കൂടെ വളരെ തീച്ചൂളയിൽ കൂടെ കടന്നുപോയ അനുഭവം, അതിൽ കൂടി ആ ദേവദാസി നമ്മളോട് സംസാരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെന്ന് കരുതുന്ന വിഷയങ്ങളുടെ മേലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വലിയ വിടുതൽ സംഭവിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ സമയത്ത് ടെസ്റ്റിമണി ഷെയർ ചെയ്യുവാനായിട്ട് പ്രിയ ദീനമായ എബ്രഹാം ന്യൂജേഴ്സിയിൽ നിന്ന് വളരെ തിരക്കിന്റെ ഇടയിൽ ആ പ്രിയ പൈതലിന്റെ വിവാഹമാണ്, വിവാഹത്തിന് എൻഗേജ്മെന്റ് ആണ് നാളെ. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല എങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഓടി. ഞങ്ങൾ പാസ്റ്റർ ചോദിച്ചു, ഈ കോൺഫറൻസിന് വേണ്ടി മാത്രം വന്നതാണോ? ഞാൻ പറഞ്ഞു അതെ, കോൺഫറൻസിന് വേണ്ടി മാത്രം വന്ന പ്രിയപ്പെട്ടവര് ഈ സമയത്ത് പ്രിയ ദീനമാൻറ്റിയ ടെസ്റ്റിമണി ഷെയർ ചെയ്യാൻ. ഇത്രയും നേരം നമ്മൾ ആത്മാവിൽ ആരാധിച്ചു കിട്ടുന്നു, പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവജനത്തിൽ നിന്ന് സത്യപ്പാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. എന്നാൽ എന്റെ അനുഭവത്തോട് ചേർന്ന ഒരു പാട്ടിന്റെ ശീലി പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതൻ അറിയുവാൻ എന്നരികിൽ നിന്നതും, മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതൻ അറിയുവാൻ എന്നരികിൽ നിന്നതും, ഇരുളിലായി ഞാൻ ദുരിതമോടെ കരയുന്നതും കണ്ടു വീണ്ടാരുമനാഥനെ, ഇരുളിലായി ഞാൻ ദുരിതമോടെ കരയുന്നതും കണ്ടു വീണ്ടാരുമനാഥനെ, അന്വിതോ യേശുനായക തന്നിതോ ഏഴയാനും ജീവനേ, അന്വിതോ യേശുനായക തന്നിതോ ഏഴയായും ജീവനേ. നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ കാലം നിങ്ങളുടെ മധ്യത്തിൽ എഴുന്നേറ്റ് വിശേഷാൽ ഈ പ്രയർ ലൈൻ ഫാമിലിയോട് ചേർന്ന് എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളോടും ചേർന്ന് നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിന്റെ ജീവിതത്തിലെ ഒരവസരം കൂടെ ഒരുക്കി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എവിടെ തുടങ്ങണമെന്ന് എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം അനേക നാളുകളായി ഹല്ലേലൂയ കർത്താവ് ഞങ്ങളെ കഷ്ടതയുടെ തീച്ചുള്ളിൽ കൂടി കടത്തിവിട്ടു. എങ്കിലും ആമേൻ ഒരിക്കലും തള്ളിക്കളയാത്തവനായ കർത്താവ് ഹല്ലേലൂയ തീച്ചുള്ളിയുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, എന്റെ നീതിയുള്ള വലകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അറിയിച്ച കർത്താവിന്റെ ഹല്ലേലൂയ ബലമുള്ള കരം കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തി. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം ഞാൻ കഴിഞ്ഞ രാത്രി മുതൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ ഇവിടെ പാടിയ പാട്ടുകള്, ഇവിടെ കർത്താവിന്റെ ദാസൻ പറഞ്ഞതായ ഹല്ലേലൂയ സാക്ഷ്യം, അതുപോലെ ദൈവത്തിന്റെ വചനം, ഇതൊക്കെ കേട്ടെന്റെ ഹൃദയം വളരെ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഞാൻ എന്റെ സാക്ഷ്യം എന്ത് പറയണമെന്ന് എനിക്കറിയാൻ വയ്യാതെ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നമ്മെ അറിയുന്നവനായ ഒരു കർത്താവ്, നമ്മളെ കാണുന്നവനായ ദൈവം, ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ ജീവിതങ്ങളുടെയും ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്നവനായ ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും എന്നെ അറിയാവുന്ന
അറിയുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഹാലേലിയ കഴിഞ്ഞ രാത്രികാലം ദൈവത്തിന് സംസാരിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി അബ്രഹാമിന്റെ ഭാര്യയാണ് ഞാൻ. ഹാലേലിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞങ്ങൾ ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു. ഹാലേലിയ എന്റെ ചെറിയ പ്രായം മുതൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ കർത്താവിന്റെ ജീവിതത്തിന്റെ ആക്കി. അതിന് കാരണം ഹാലേലിയ ക്രിസ്തീയ മാതാപിതാക്കളാല് പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ ഒരു ഭാഗ്യം കർത്താവിന്റെ ജീവിതത്തിൽ തന്നു. വെറും നാമധേയം പെന്തക്കോസ്ത് കുടുംബത്തിലല്ല ഞാൻ ജനിച്ചു വളർന്നത്. ഹാലേലിയ കഷ്ടങ്ങളിൽ കൂടെ, കണ്ണുനീരിൽ കൂടെ, ഹാലേലിയ വിശ്വാസത്തിൽ കൂടെ ഹാലേലിയ ഞങ്ങളെ വളർത്തിയെടുത്ത മാതാപിതാക്കൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ 7 മക്കളായിരുന്നുവെങ്കിലും ആമേൻ അനേക കഷ്ടങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ആമേൻ വിശ്വാസത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിപ്പാൻ ഹാലേലിയ അവർ ഞങ്ങളെ ആമേൻ പഠിപ്പിക്കുകയും ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായിരുന്നു. ആമേൻ ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങൾ 7 പേരും കർത്താവിനെ കണ്ടുമുട്ടുവാനും കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്നവരായി തീരുവാനും കർത്താവിന്റെ വേലയിൽ ഹല്ലേലൂയ ഞങ്ങളുടെ സഹോദരങ്ങള് ഒരാൾ ഒഴിച്ച് മറ്റെല്ലാവരും കർത്താവിന്റെ വേലയിലാണ് എന്റെ സഹോദരങ്ങള്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടിയായിരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തില് കഷ്ടതകളുണ്ട്, കണ്ണുനീരുണ്ട്. എന്നാൽ ഹല്ലേലൂയ അതിന്റെ നടുവില് ആമേൻ ഒരു കാലത്തും അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞാൻ ചെറിയ പ്രായത്തില് ആമേൻ എന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ നഴ്സിംഗിന് കടന്നുപോയി. എന്നാൽ അവിടെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. അവിടെ ആയിരുന്ന സമയങ്ങളിലൊക്കെയും എന്റെ ക്ലാസ്മേറ്റ്സിന്റെ നടുവില് ഞങ്ങൾ 10 പേരാണ് മലയാളികള്. എന്നാൽ ഞങ്ങൾ 10 പേരും ഒരു മുറിയിലായിരുന്നു. ചിലപ്പോ 2-3 വർഷങ്ങളില്. എന്നാൽ ആ മുറിക്കകത്ത് അതിരാവിലെ ഞാൻ എഴുന്നേൽക്കുമായിരുന്നു. അതിരാവിലെ എഴുന്നേറ്റിരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ കൂടെയുള്ള കൂട്ടുകാരനോട് പറയുമായിരുന്നു, ദീനാമൻ നീ രാവിലെ എഴുന്നേറ്റ് എന്തിനാ ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നതെന്ന്. എന്നാൽ ഹല്ലേലൂയ അത് പിന്നീട് ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമായി തീർന്നു. എന്റെ സഹോദരിയോടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവൻ ടെറസിന്റെ മണ്ടയ്ക്ക് പോയിരുന്നു കൊണ്ട് ഞങ്ങൾ അനേക മണിക്കൂറുകൾ ദൈവത്തെ പാടി ആരാധിക്കുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ആയിരുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ഉയർത്തുവാൻ കർത്താവിന്റെ ജീവിതത്തിനിടയായി ഇടയാക്കി. അതിനുശേഷം ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ വിവാഹിതയായി തീരുവാൻ ഇടയായി. ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തിൽ ചെന്ന് ചേരുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ കൃപ തന്നു. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തെ പോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമാണ് ആമേൻ ഞാൻ ചെന്ന് ചേരുവാൻ ഇടയായത്. ഹല്ലേലൂയ. അവിടെയും ആമേൻ 2 സഹോദരിമാരുണ്ട്. അവരെ 3 പേരും കർത്താവിന്റെ വേലയിൽ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ ശുശ്രൂഷിക്കുകയും ചെയ്ത ഒരു ഭവനത്തിൽ ചെന്ന് ചേരുവാൻ കർത്താവ് കൃപ തന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ അതിനുശേഷം ഞങ്ങൾ ഏകദേശം 32 വർഷത്തോളമായി അമേരിക്കയുടെ പ്രദേശങ്ങളിൽ കടന്നു വന്നില്ല. എന്നാൽ ഞങ്ങളുടെ ഹല്ലേലൂയ രണ്ടാമത്തെ മകൾ ജനിച്ചപ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിലെ ഹല്ലേലൂയ കഷ്ടതയുടെ തിരിച്ചുവിടലിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഹല്ലേലൂയ ഞാൻ അധികം പേർക്കൊന്നും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഞങ്ങളുടെ രണ്ടാമത്തെ മകൾ ജനിച്ച് ഹല്ലേലൂയ 2 വർഷമായപ്പോഴും അവൾ നടക്കാതെ ഇരിക്കുന്നതായ അവസ്ഥകൾ കണ്ട് അവൻ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. ഹല്ലേലൂയ ഡോക്ടേഴ്സിന്റെ അടുക്കൽ കടന്നു കൊണ്ടപ്പോൾ അവർ പറഞ്ഞു അവൾക്ക് സെറിബ്രൽ പോൾസിയാണ്, അവൾ ക്വാഡ്രിപ്ലീജിക്കാണ്, അവൾ ഒരു കാലത്ത് നടക്കുകയില്ല, അവളുടെ ജീവിതത്തിൽ ഒരു വിധത്തിലും അവള് ഹല്ലേലൂയ അവൾ രക്ഷപ്പെടുകയില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ വൈദ്യശാസ്ത്രങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ അത്ഭുതകരമായി അവളെ വിടുവിച്ച ദൈവസ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അവളെ ഹല്ലേലൂയ അവളൊരു ലോയറായിട്ട് ഹല്ലേലൂയ അവൾക്ക് 29 വയസ്സുണ്ട്. എന്നാൽ ഹല്ലേലൂയ ന്യൂയോർക്കിലെ ഒരു ഫേമില് കർത്താവ് ഒരു ലോയറായി ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആമേൻ അവൾ ഹല്ലേലൂയ യൂത്തിന്റെ ഇടയിൽ വളരെ ശക്തമായി ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു പൈതലായി ഹല്ലേലൂയ ദൈവം അവളെ തീർത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഷ്ടങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഒരു കാലത്തും ആമേൻ ദൈവം നമ്മെ കൈവിടുകയില്ല. ആ കഷ്ടതയിൽ കടന്നുപോയത് കൊണ്ട് അവളെ ദൈവം രൂപാന്തരപ്പെടുത്തിയെടുത്തു. അവളുടെ ഫോക്കസിന് ഹല്ലേലൂയ ഒരു ചേഞ്ച് വന്നു. ഹല്ലേലൂയ പലപ്പോഴും ഞങ്ങൾ അവളെ കുറിച്ച് ഭാരപ്പെട്ടിട്ടുണ്ട്, ഇവിടെ അവളുടെ ജീവിതം എന്തായി തീരുമെന്ന്. എന്നാൽ ഈ ദിവസങ്ങളോട് പറയുന്നത്, ഡാഡി മമ്മി എനിക്ക് അനേക നാളുകൾ ഒരു ലോയറായി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കർത്താവിനെ അയക്കുന്ന സ്ഥലങ്ങളിൽ ഒരു മിനിസ്ട്രിയിലേക്ക്, ഒരു ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് പോകണമെന്നാണ് അവളുടെ ആഗ്രഹം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ആ വിഷയത്തിൽ ചോദിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ ദൈവനെ അത്ഭുതകരമായി വിടുവിച്ചതായ വിടുതലുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 1991 ഞാൻ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ പെട്ടെന്ന് എനിക്കൊരു ഹല്ലേലൂയ ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടായിട്ട് ഹല്ലേലൂയ ഞാൻ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് കടന്നു ചെല്ലുവാൻ പോലും കഴിയാത്ത വിധത്തിൽ എനിക്ക് വല്ലാത്ത ഒരു പ്രയാസമുണ്ടായി. അപ്പോൾ ഞാൻ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ എന്റെ കുഞ്ഞുങ്ങളൊക്കെ തീരെ ചെറുപ്പമാണ്, ആകെ
കൃപയാൽ ഹല്ലേലൂയ ഒരു 10 വർഷം കൂടെ നീ എനിക്ക് നീട്ടി തരണമെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ ഒരു വിധത്തിൽ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ഹല്ലേലൂയ പഞ്ചാൻ ജോലിക്കായി കടന്നു പോകുവാൻ, അന്ന് ന്യൂയോർക്കിലാണ് ജോലി, ഇന്ന് ന്യൂയോർക്കിന് ജോലിക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നോട് പറഞ്ഞു, എനിക്ക് ഇതുപോലെ ചെസ്റ്റ് പെയിൻ ഉണ്ട്, എന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോകണമെന്ന്. ഞാൻ അന്ന് ഭയപ്പെട്ടതിന് കാരണമുണ്ട്. എന്നെ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റിൽ താമസിക്കുന്നതായ ഹല്ലേലൂയ ഒരു ഗുജറാത്തി മനുഷ്യനാണ്. അയാൾ അതിന്റെ ചില 2 ആഴ്ചകൾക്ക് മുൻപ് പെട്ടെന്ന് ഹല്ലേലൂയ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. തനിക്ക് പോയി CPR കൊടുത്തത് ഞാനായിരുന്നു. ഹല്ലേലൂയ. ഞാനത് ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഞാനും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്ന്. ഹല്ലേലൂയ. 10 വർഷക്കാലം ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഞാൻ മറ്റാരോടും പറഞ്ഞില്ല. ഹല്ലേലൂയ. പഞ്ചാനോട് മാത്രം ഞാൻ അത് പറഞ്ഞിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പ്രകാരം പറഞ്ഞു, നിനക്ക് ഭയമാണ് മരിക്കുവാൻ, അതുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്, അല്ലാതെ നിനക്ക് മറ്റൊന്നുമില്ല എന്ന്. എന്നാൽ ഞങ്ങൾ നാട്ടിൽ കടന്നുപോയി. ആ വർഷക്കാലം തന്നെ നാട്ടിൽ കടന്നുപോയി. എന്റെ സഹോദരന്റെ ഭവനത്തിൽ ഹല്ലേലൂയ ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ കടന്നു ചെന്നിരുന്നു. അപ്പോൾ ഹല്ലേലൂയ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ദൈവദാസി, ഒരു 10-21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സഹോദരി അവിടെ ഇരുന്നോണ്ട് ഹല്ലേലൂയ അവിടെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് എന്റെ അടുക്കൽ വന്നിരുന്നോണ്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, അമ്മാമിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കൊരു ചെസ്റ്റ് പെയിൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്രകാരം എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ എന്നോട് ചോദിച്ചു വാങ്ങിയ ചുരുങ്ങിയ ആയുസ് തിടുക്കത്തോടെ നീ കർത്താവിന്റെ വേല ചെയ്യുവാനാണ് ഞാനത് നിനക്ക് മടക്കി തന്നതെന്ന്. ഹല്ലേലൂയ. അന്ന് ഹല്ലേലൂയ അവിടെ പല കർത്താവിന്റെ ദാസന്മാരും ആമേൻ ഉണ്ടായിരുന്നു. അവരൊക്കെ ഹല്ലേലൂയ 4 പേര് എന്നോടും കർത്താവിന്റെ ദാസനോടും ദൈവത്തിന്റെ ആമേൻ അപ്രകാരമുള്ള ദൂത് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അന്ന് 2 പേരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അന്ന് ഞങ്ങൾ ശുശ്രൂഷയിലല്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ഞങ്ങളുടെ ജോലിയോടുള്ള ബന്ധത്തില് ജോലിയോട് കൂടെ തന്നെ ഞങ്ങൾ അനേക ഭവനങ്ങളിൽ കടന്നുപോയി ഹല്ലേലൂയ ശുശ്രൂഷിപ്പാൻ ആമേൻ ആ സമയങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. എന്നാൽ അന്ന് സമയം ഞങ്ങൾ മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, കർത്താവേ ഹല്ലേലൂയ, നിൻ പലപ്പോഴും ഇതിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും, പലപ്പോഴും ദൈവിക ആലോചന ഞങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾ ഹല്ലേലൂയ അത് അനുസരിക്കാതെ വേണം ഇത്രത്തോളം ഞങ്ങളായിരുന്നു. എന്നാൽ കർത്താവേ, നീ എന്ത് കൽപ്പിക്കുന്നുവോ അത് ചെയ്യുവാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും കർത്താവിന്റെ വേലയ്ക്കായി ഇറങ്ങിത്തിരിപ്പാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ അത്ഭുതങ്ങളുടെ ദൈവവും വിടുതലിന്റെ കർത്താവുമാണ്. എന്നാൽ അതിനുശേഷം അനേക കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നുവെങ്കിലും 2009 ഏപ്രിൽ മാസത്തിൽ ഹല്ലേലൂയ ഒരു ഏപ്രിൽ മാസം 9-ാം തീയതി ഞാൻ ജോലിക്ക് എനിക്ക് പെട്ടെന്ന് ശരീരത്തിന് ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായത് മുഖാന്തരം ഞാനൊരു ഡോക്ടറിനെ കാണാൻ കടന്നുപോയി. എന്നാൽ ആ ഡോക്ടർ എന്നെ എക്സാം ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ വയറ്റിൽ ഒരു വലിയ മുഴിയുണ്ട്, അത് മാത്രമല്ല ഹല്ലേലൂയ അത് ഇത് ക്യാൻസറസ് ആണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവേ, ഇത് ക്യാൻസർ ആണെങ്കിൽ അന്ന് ഞാൻ ഒരു ജോലി റിസൈൻ ചെയ്തിട്ട് ചില വർഷങ്ങളായി കർത്താവിന്റെ വേലയിൽ ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണ് ജോലി ചെയ്യുന്നത്. എന്റെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായി ഞങ്ങൾക്ക് മറ്റു യാതൊരു വരുമാനവുമില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഹല്ലേലൂയ, അങ്ങനെ സംഭവിച്ചാൽ എന്റെ കുഞ്ഞുങ്ങളുടെ നിലയും എന്റെ ഹല്ലേലൂയ കുടുംബത്തിന്റെ കാര്യം എങ്ങനെയാകും? എന്നാൽ കർത്താവ് ഹല്ലേലൂയ അവൻ അത്ഭുത വഴികളെ തുറക്കുന്നവനാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവർ ഓർഡർ ചെയ്തു. അതെല്ലാം എടുത്തപ്പോൾ ഹല്ലേലൂയ എന്റെ വയറ്റിനകത്ത് ആ ഒരു മുഴ മാത്രമല്ല, എന്റെ പെരിറ്റോണിയൽ ക്യാവിറ്റി മുഴുവനും ട്യൂമർ പടർന്നു പിടിച്ച് കിടക്കുന്നതായ അവസ്ഥയായിരുന്നു. അതിനുശേഷം ഞാൻ പല ഡോക്ടേഴ്സിനെ കണ്ടു. അവരൊക്കെ എന്നോട് പറഞ്ഞു, ക്യാൻസർ സ്റ്റേജ് 3C ആണെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ ക്യാൻസർ ആണെന്ന് ഞങ്ങളോട് ഡോക്ടേഴ്സ് ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞുവെങ്കിലും ഞാനോ എന്റെ ഹസ്ബൻഡോ എന്റെ കൂടെ എന്റെ 2ാമത്തെ മകളുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും അത് കേട്ടുവെങ്കിൽ ഞങ്ങൾ ഭയപ്പെട്ടില്ല, ഞങ്ങൾ ചഞ്ചലപ്പെട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവം അവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അവനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ സകല ജനത്തിന്റെയും ദൈവമല്ലയോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ തരുവാൻ അവർ ഭയപ്പെട്ടു. കാരണം ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് ഞാൻ കടന്നുപോയി ആ റിപ്പോർട്ട് വായിച്ചാൽ എനിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ആ പ്രിയപ്പെട്ട റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ തരുവാൻ മടിച്ചു. എന്നാൽ കർത്താവദാസൻ പറഞ്ഞു, സാരമില്ല, റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നേരം ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന്. കാറിൽ ചെന്നിരുന്നുകൊണ്ട് ഞാൻ റിപ്പോർട്ട് ഡീറ്റെയിൽ ആയി വായിച്ചപ്പോൾ ഹല്ലേലൂയ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയത്, കൂടി വന്നാൽ ഒരു 3 മാസം, അതിൽ കൂടുതൽ ഞാൻ ഈ ലോകത്തിൽ കാണുകയില്ല. കാരണം അത്രമാത്രം പടർന്നു പിടിച്ച് കിടക്കുന്നതായ ഒരു രോഗമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ഞാൻ നിങ്ങളിൽ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സത്യത്തിന്റെയും
സുബോധത്തിന്റെയും ആത്മാവിനെ ഹല്ലേലൂയ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആകയാൽ ഭയപ്പെടേണ്ട എന്ന് ആമേൻ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ ഗുണമിടയായി. എന്നാൽ അതിനുശേഷം കടന്നു വന്ന് ആമേൻ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിന് കർത്താവിദാസൻ അവിടെയോ ഞങ്ങൾക്ക് അറിയാവുന്ന മിക്കവരും കർത്താവിന്റെ ദാസന്മാരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, ദീനാമയ്ക്ക് ക്യാൻസർ ആണ്, നിങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എന്നാൽ രണ്ടാമത്തെ ദിവസം നാട്ടിലുള്ള ഒരു കർത്താവിനോട് ഹാലിനെ വിളിച്ച് വിഷയം പറഞ്ഞപ്പോൾ ആ കർത്താവിന്റെ ദാസൻ എന്നോട് പെട്ടെന്ന് പറഞ്ഞു, ആന്റിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുക. ആന്റി ആമേൻ എന്നോട് പ്രകാരം പറഞ്ഞു, സങ്കീർത്തനം 118:17 പ്രകാരം പറയുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അതേ ദൈവികമായ വാഗ്ദത്തമുള്ളതാണ്, ആന്റിയോടുള്ള ദൈവിക വാഗ്ദത്തമാണെന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനത് ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഹല്ലേലൂയ കർത്താവിന്റെ ദാസന് 7 ദിവസം ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞങ്ങളുടെ ലിവിംഗ് റൂമിൽ ഇരുന്നു. താൻ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാതെ ആ ഒരു ലിവിംഗ് റൂമിന്റെ ഒരു കോർണറിൽ അവിടെ ഇരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവശബ്ദം കേട്ടതിന് ശേഷം മാത്രമാണ് ദാസന് അവിടെ നിന്ന് എഴുന്നേൽപ്പാൻ ഇടയായത്. ഹല്ലേലൂയ. എന്നാൽ ആ സമയം ഞാൻ ഈ റിപ്പോർട്ടുകളെല്ലാം എന്റെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഈ പ്രകാരം ദൈവസന്നിധിയിൽ ആരും കാണാതെ, എന്റെ കുഞ്ഞുങ്ങളോ എന്റെ ഭർത്താവോ അറിയാതെ ഞാൻ എന്റെ ദൈവസന്നിധിയിൽ കടന്നതുകൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, എന്റെ ജീവിതത്തില് നീ ഇനി ഒരു അവസരം കൂടെ എനിക്ക് നൽകി തന്നാൽ നീ എന്നെ അയക്കുന്ന ഇടങ്ങളിലൊക്കെ കടന്നുപോയി ഞാൻ എന്റെ വേല ചെയ്തുകൊള്ളാം എന്ന് ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനം എടുക്കുവാൻ ഇടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എടുത്ത തീരുമാനം ആമേൻ അത് ഒരിക്കലും ആമേൻ അത് ഹല്ലേലൂയ ആ തീരുമാനത്തിൽ നിന്ന് മാറിപ്പോകാതെ വേണം കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ഹല്ലേലൂയ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം ഞാൻ സർജറിക്കായി കടന്നുപോയി. ഹല്ലേലൂയ. അതിനുശേഷം കീമോയ്ക്ക് വേണ്ടി കടന്നുപോയി. ഞാൻ ചുരുക്കത്തിൽ പറയട്ടെ, ആമേൻ കീമോയിൽ കടന്നുപോയ ദിവസങ്ങൾ ആമേൻ 10 കീമോ സൈക്കിൾ ഞാൻ കടന്നുപോയി. എന്നാൽ ദൈവജനമേ ഹല്ലേലൂയ ആ 10 സൈക്കിൾ ഞാൻ കടന്നുപോയത് ആമേൻ ഞാൻ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടും എന്റെ ശരീരം ഓരോ ദിവസവും ക്ഷീണിച്ചു. എനിക്ക് എഴുന്നേൽപ്പാൻ കഴിയാത്ത അവസ്ഥകളിൽ, ഭക്ഷണം കഴിപ്പാൻ കഴിയാത്ത അവസ്ഥകളിൽ, വീൽ ചെയർ കൊണ്ടായി ഞാൻ തീർന്നു. എന്റെ കാര്യാദികൾ ചെയ്യുവാൻ എനിക്ക് കഴിയാതെ ഇരുന്നു. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. എന്നോട് ഞാനൊരു രാത്രികാലം ഇങ്ങനെ വളരെ ഭയത്തോടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ 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 ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ള പ്രദേശത്ത് യഹോവയുടെ നന്മ നീ കാണുമെന്ന് വിശ്വസിച്ചില്ല കഷ്ടം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ജീവനുള്ള പ്രദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണും. നീ എന്നോട് അനേക വാഗ്ദത്തങ്ങൾ അരുളി ചെയ്തിട്ടുണ്ട്, അതൊന്നുപോലും കാണാതെ ആമേൻ ഈ ഭൂമിയുടെ മുഖത്ത് നിന്ന് നീ എന്നെ എടുക്കില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഞാൻ രോഗിയായിരുന്നപ്പോൾ ദൈവശബ്ദം ഞാൻ ദിവസവും കേൾക്കുവാൻ നിൽക്കണം. ദൈവം എനിക്കിടയാക്കി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനത്തിൽ പറയുന്നതിന് ചട്ടങ്ങളെ പഠിപ്പാൻ നിൽക്കണം. ആമേൻ. ഞാൻ കഷ്ടതയിലായിരുന്നു, എനിക്ക് ഏറെ ഗുണമായെന്ന് പറയുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനെ സഹായിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനുശേഷം ആമേൻ ഞാൻ 2010 ഡിസംബറിൽ ഞാൻ കീമോ എല്ലാം കഴിഞ്ഞു. ആമേൻ. ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ എടുത്ത തീരുമാനം ഉണ്ടായിരുന്നു, എനിക്ക് സൗഖ്യമാകുമ്പോൾ ഞാൻ കടന്നുപോയി ദൈവത്തിന്റെ കർത്താവിനെ സാക്ഷിക്കുമെന്ന്. ഞാൻ അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ രണ്ടുപേരുമായി ആമേൻ. അതുപോലെ തന്നെ ഞാൻ അതിനു മുമ്പ് ഇവിടെ ഒരു പ്രെയർ റാലി എന്റെ ബ്രദറുമായി കടന്നു വന്നപ്പോൾ ഈ പ്രദേശങ്ങളിൽ കടന്നു വരാൻ, ഈ സഭയിൽ കടന്നു വരുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇന്ത്യയിൽ കടന്നുപോയി പല ദേശങ്ങളില്. ഹല്ലേലൂയ. രാജസ്ഥാനില്, പഞ്ചാബില്, ആമേൻ, ഹരിയാനയില്, ഹല്ലേലൂയ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നുപോയി കർത്താവിനെ സാക്ഷിപ്പാൻ കർത്താവിനെയാക്കി. എന്നാൽ അതിനുശേഷം ഞങ്ങൾ മടങ്ങി വന്നപ്പോൾ വീണ്ടും എനിക്ക് ഹല്ലേലൂയ ഒരു ചെറിയ ട്യൂമർ കൂടെ ഉണ്ടെന്ന് കാണുവാൻ ദുഃഖമിടയായി. ഹല്ലേലൂയ. ഞാൻ വളരെ ഭാരപ്പെട്ടുവെങ്കിലും ദൈവാത്മാവ് പിന്നെയും ബലപ്പെടുത്തി. അതിനുശേഷം വീണ്ടും കീമോയ്ക്ക് കടന്നുപോയി. എങ്കിലും എനിക്ക് ആ ട്യൂമർ അതുപോലെ എവിടെ ഉണ്ടായിരുന്നതല്ല. അതിനുശേഷം വീണ്ടും ഒരു മേജർ സർജറിക്ക് വേണ്ടി ഒക്ടോബർ 2011 ഞാൻ കടന്നുപോയി. ഹല്ലേലൂയ. അതിനുശേഷം വീണ്ടും കീമോ ഈ ജാനുവരി 24 ആമേൻ 2012 എന്റെ കീമോ കംപ്ലീറ്റ് ആയിട്ട് തീർന്നത്. ആമേൻ. ഇതിനകത്ത് അനേക കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും രാവിലെ 6:45 മുതൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവജനം ആമേൻ ഇത്രത്തോളം ഇരിക്കുന്ന വളരെ ക്ഷീണിതരാണെന്ന് എനിക്കറിയാം. ആകയാൽ ഞാൻ വളരെ ചുരുക്കമായി പറയുന്നു, ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനം എനിക്ക് വേണ്ടി വളരെ ശക്തമായി ഈ പ്രയർ ലൈനിൽ ഹല്ലേലൂയ ദൈവജനം എനിക്ക് വേണ്ടി രാവും പകലും കണ്ണുനീരൊഴുക്കിയ അനേക ദൈവജനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത്രത്തോളം കൊണ്ടുവരുവാൻ
ആമേൻ. ഹാലേലൂയ. പാട്ടുകാരൻ പറയുന്ന പോലെ ഞാനും എന്റെ കുടുംബവും ഒന്നുമില്ല. ഇത്രത്തോളം അവന്റെ നന്മകൾ അനുഭവിക്കുവാൻ, ഇത്രത്തോളം അവന്റേതായ സ്നേഹം അനുഭവിപ്പാൻ ഞാനും എന്റെ കുടുംബവും ഒന്നുമില്ല. എന്നാൽ ഹാലേലൂയ, കഴിഞ്ഞ ഈ ജാനുവരി 24-ന് എന്റെ കീമോ കഴിഞ്ഞതിന് ശേഷം മാർച്ചിൽ ഞാനും അച്ചാനുമായി വീണ്ടും ആമേൻ വടക്കയിലേക്ക് കടന്നു പോകുവാൻ കർത്താവ് ഞങ്ങൾക്ക് ബലം തന്നു. ആരോഗ്യം ഇത്രത്തോളം വേണ്ട വിധത്തിലുള്ള ആരോഗ്യമില്ല എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞ് ട്രാവൽ ചെയ്യരുതെന്ന്. എങ്കിലും ഹാലേലൂയ ദൈവസന്നിധിയിൽ ഞാൻ എടുത്ത തീരുമാനം ഹാലേലൂയ മാനിച്ച് ഞങ്ങൾ വീണ്ടും കടന്നുപോയി. ഹാലേലൂയ രാജസ്ഥാനിലും ഡൽഹിയിലും ഒക്കെ കടന്നുപോയി കർത്താവിനെ സാക്ഷിപ്പാൻ. കർത്താവിന്റെ ജീവിതത്തിൽ കൃപ തന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരായി ആകും തോറും സന്തോഷിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്നു. അവനെ ആഗ്രഹിക്കുന്ന നിലയിൽ ഹാലേലൂയ ഇതുവരെ ഒന്നുമായി തീരുവാനിടയായിട്ടില്ല. അവൻ എവിടെയായി ചാലുകളുടെയൊക്കെ കടന്നുപോയി കർത്താവിന് വേല ചെയ്യുവാൻ അടിയിലെ ഒന്നുകൂടെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രിയ സൂസൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഈ പ്രയർ കോൺഫറൻസ് മൊത്തം അറ്റൻഡ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും ഹാലേലൂയ നാളെ ഞങ്ങൾക്ക് അത്യാവശ്യമായി കടന്നു പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിപ്പോൾ ഭക്ഷണം കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ കടന്നു പോകും. എന്നാൽ തുടർന്ന് ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഈ പ്രയർ കോൺഫറൻസിനെ ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഹാലേലൂയ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേകമായ കൃപയോടുകൂടെ ഹാലേലൂയ കർത്താവിന്റെ വലിയ ശക്തിയോടുകൂടെ ആമേൻ കർത്താവ് ഞങ്ങളെ അയക്കേണ്ടതിന് ആമേൻ ഞങ്ങളെ ആക്കുന്നിടങ്ങൾ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് ഹാലേലൂയ ഞങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി വിശേഷമായി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. എത്രത്തോളം സമയം ഒരുക്കി തന്ന പ്രിയ സൂസനോട് സഭയോട് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തോട് ആമേൻ എന്റെ ഹാലേലൂയ നന്ദിയെ ഞാൻ സ്നേഹവും ഞാൻ അറിയിക്കുന്നു.